ഹലോ, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ട് അയ്യോ 7 ദിവസമായി പൊന്നിയുടെ തലയിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തല മുഴുവൻ ഡാൻഡ്രഫായിട്ട് ഇതാ ഒന്നും പറയണ്ട. ഫുൾ ഇപ്പം സമയം 2 മണിയായി. അപ്പോഴേക്കും ഉറങ്ങണ്ടല്ലോ. 1 മണിക്ക് പൊന്നുവിൻ്റെ ടാബ്ലറ്റ് കഴിക്കേണ്ട ടൈമായിരുന്നു. നമ്മളന്ന് അഡ്മിറ്റ് ചെയ്യണതിൻ്റെ അന്ന് കുറച്ച് ലേറ്റായില്ലേ പോയത്, ഇവിടെ നിന്ന് ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് പോയത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ആ ടൈം, കാരണം 8 മണിക്കൂർ ഇടവിട്ട് അവർക്ക് ടാബ്ലറ്റ് കഴിക്കേണ്ടത്. അങ്ങനെ ആയിട്ട് ഇപ്പോൾ ഒരു ടാബ്ലറ്റ്, അവരുടെ ഹോർമോൺ ഇംബാലൻസിന്റെ ടാബ്ലറ്റ് ഒരെണ്ണം 1 മണിയായിപ്പോയി. കാരണം നോക്കട്ടെ അങ്ങനെ. അയ്യോ, ഇന്ന് 2 ലൈനിങ്ങിന്റെ തുണി എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തതാ. അയ്യോ, നീ എന്നെ ചാരി ഇരിക്കരുതല്ലേ? പിന്നെ ഇതെങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ? കോട്ടൺ കണ്ടപ്പോഴത്തേക്ക് എത്രയോ നാൾക്ക് ശേഷം, ഞാൻ പൊന്നുവിനെ പ്രഗ്നൻസി ടൈമിലായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങൾ ഇട്ടിരുന്നത്. ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഇതാക്കിയത്. നിക്ക് ഇതാക്കിട്ടോ. അമ്മ, പൊന്നുവിന്റെ ഇപ്രാവശ്യം വെക്കേഷന് ഹെയർ ഒന്ന് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാ. കാരണം ഇതുപോലെ 100 കൂട്ടം കാര്യങ്ങളായിട്ട് എത്ര സമയം, 1 മണിക്കൂർ കൂടുതൽ അങ്ങനെ. ഇപ്പൊ തന്നെ സമയം 2:07 ആയല്ലേ. ഇനിയിപ്പം നമുക്ക് എണ്ണ ചൂടാക്കി വെച്ചത് തണുത്ത് പോയി ശരിക്കും. എണ്ണ ചൂടാക്കി വെച്ച എണ്ണ തണുത്ത് പോയി. ഇത് ഭയങ്കര ഇഷ്ടമായി. നടക്കുക. ഈ കല്യാണത്തിനൊക്കെ പോയി വന്നിട്ട് നമ്മൾ ഹെയറൊക്കെ സെറ്റ് ചെയ്യും, കട്ട് ചെയ്തിട്ട്. ഇനിയിപ്പം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം. സാധനങ്ങളൊക്കെ ഇനിയിപ്പോ പാക്ക് ചെയ്യാനുണ്ട്. കുറച്ചെങ്കിലും ലേശം ഉറങ്ങണം. ഉറങ്ങില്ല എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാവും. തുണികളെല്ലാം വിരിച്ചിട്ടേക്കണം. തുണികൾ കഴിയിട്ട് തുണികളല്ലേ വിരിച്ചിട്ടേക്കണത്. തുണി ഇവിടെ ഇനിയിപ്പോ കുറച്ച് ദിവസം തലയിൽ വെള്ളം ഒഴിക്കുക. കാരണം അവിടെ ആണെങ്കിൽ ഇനിയിപ്പോ തലമുടി ഉണങ്ങിയില്ലെങ്കിൽ കഫക്കെട്ട് വരുമല്ലോ. അത് കാരണം ഞാൻ പിന്നെ ആ റിസ്കിൽ നിന്നില്ല. പിന്നെ വന്ന് ഡ്രയർ എടുക്കാനോ ഒന്നിനും ഇതില്ല. ഞാൻ പിന്നെ മാക്സിമം അങ്ങനെ ഡ്രയർ വെക്കലേ ഇല്ല. ഫ്രഞ്ച് പോയി ഇത് ചെയ്യാം. നല്ല കണ്ണ് എനിക്ക് ഇത് സ്വന്തമായിട്ട് കണ്ടു. അങ്ങ് അറ്റം തൊട്ട് ഇങ്ങനെ അറ്റം വരെ ഡാൻഡ്രഫായിരുന്നു. ഇതിനിപ്പോ തേച്ച് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങാം. ഫോട്ടോസൊന്നും കണ്ടിട്ടില്ലല്ലോ. ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യാൻ വേണോ കൂടി? ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രഞ്ച് എന്താ? ഫ്രഞ്ച് ഞാൻ തന്നെ പറഞ്ഞു. എനിക്ക് മറ്റേ ഏവിയേഷൻ ടൈമിൽ എത്രയോ നാളുകളോളം മറ്റേ ഫ്രഞ്ച് റോളായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. ബാക്കിലോട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ച് എന്റെ മുടി മുഴുവൻ പൊട്ടി നശിച്ച് നാറാണൊക്കെ എടുത്ത്. ഈ മുട്ടറ്റം നല്ല കെട്ടിക്കിടുന്ന മുടിയല്ലായിരുന്ന ഫ്രഞ്ച് ബ്രൈഡോ? പിന്നെ എനിക്ക് നല്ല കൊഴിച്ചിട്ട് തറ മുഴുവൻ മുടിയായി. ഇനിയിപ്പോ നാളെ ഇവിടെ അടിച്ചു വാരി തുടയ്ക്കാതെ പോവാൻ പറ്റുന്നു. ഫിൽറ്റർ ഇട്ടാ? അയ്യേ, ഫിൽറ്റർ ഇട്ടാ എന്തോ പോലെയാ. ഫിൽറ്റർ ഇട്ടാലും മറ്റേ ഫൗണ്ടേഷൻ ഇട്ടാലും ഒക്കെ വൃത്തിയിടാം. നോർമൽ സാധാ ഇതിൽ എടുത്തു കഴിഞ്ഞാൽ അതാ വൃത്തി. എന്തോ പോലെ മുടി മുഴുവൻ കൊഴിഞ്ഞ് തീർന്ന്. ഇത് ഇത്രയും വെട്ടിക്കളയണം. എണ്ണ അയച്ചു കഴിഞ്ഞാൽ ഇല്ല, അത്ര കൊഴിഞ്ഞ് തീർന്നു മൊത്തം. പിന്നെ ബാക്ക് വേണ്ടിയിട്ടാ അതങ്ങനെ ഇരുന്നിട്ടാ. പാട്ട് വെക്കില്ലേ? ഇതൊക്കെ എപ്പോഴാണ്? ഇത്രയും വെച്ചങ്ങ് വെട്ടിക്കളയണം. എവിടെ വെച്ച്? ഇത്രയും വെട്ടിക്കളയണം. അത്രയും. എനിക്ക് മറ്റേത് സ്റ്റെപ്പാണ് വേണ്ടത്. ബട്ടർഫ്ലൈ പോലെ. ബട്ടർഫ്ലൈ പോലെ കൊടുക്കണം. മറ്റേ യു കട്ടാണോ? യു അല്ല, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കിടക്കണം. മുടി ഇല്ല. മുടി അത് കൊഴിഞ്ഞ് ഇങ്ങനെ കിണ്ടൽ കണക്കിന് കൊഴിഞ്ഞായിട്ട് ഇതായതാ. ഇനി കൊഴിഞ്ഞോണ്ടേയിരിക്കും. എന്താ ഇങ്ങനെ? ക്ലിപ്പില്ലല്ലേ? അങ്ങനെ
പാട്ട് വെക്കില്ലേ? ഇതൊക്കെ എപ്പോഴാണ്? ഇത്രയും വെച്ചങ്ങ് വെട്ടിക്കളയണം. എവിടെ വെച്ച്? ഇത്രയും വെട്ടിക്കളയണം. അത്രയും. എനിക്ക് മറ്റേത് സ്റ്റെപ്പാ വേണ്ടത്. ബട്ടർഫ്ലൈ പോലെ. ബട്ടർഫ്ലൈ പോലെ കൊടുക്കണം. മറ്റേ യു കട്ടാണോ? യു അല്ല, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കിടക്കണം. മുടി ഇല്ല. മുടി അത് കൊഴിഞ്ഞ് ഇങ്ങനെ കിണ്ടൽ കണക്കിന് കൊഴിഞ്ഞായിട്ട് ഇതായതാ. ഇനി കൊഴിഞ്ഞോണ്ടേ ഇരിക്കും. എന്താ ഇങ്ങനെ? ക്ലിപ്പില്ലല്ലേ? അങ്ങനെ